പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഈ നിമിഷം ആയിരിക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വചനം ഇത് ഞങ്ങൾ ധ്യാന വിഷയമാക്കുന്നു. ഈശോയെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും പുനർവിചിന്തനം ചെയ്യുവാനുമുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സകല കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഈ 25 നോമ്പിൻ്റെ ഞങ്ങളുടെ ഓരോ ഒരുക്കങ്ങളും കൂടുതൽ തീഷ്ണതയോടെ ഈശോയുടെ പുൽക്കൂട്ടിലേക്ക്, ഈശോയിലേക്ക് തന്നെ ഞങ്ങൾ ചേർന്ന് നിൽക്കുവാനും അങ്ങനെ ഈശോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതിന് കാരണമായി തീരട്ടെ. ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈശോയുടെ സാമീപ്യം നമുക്ക് വലിയൊരു കൃപയാണ്. ഈശോയുടെ എളിമ, ഈശോയുടെ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു മാതൃകയാണ്. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഒരു നിമിഷം ശാന്തമാക്കി എളിമപ്പെടുത്താം. കർത്താവ് എലിസബത്തിനെ പോലെ ഞങ്ങളും ഞങ്ങളുടെ എളിയ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്ന ഈ ഭാഗ്യമോർത്ത് വിസ്മയിക്കുകയാണ്. എലിസബത്തിൻ്റെ ചെവിയിലെ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം, അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശുവിനുണ്ടായ സന്തോഷം. ഈശോയെ, പരിശുദ്ധ അമ്മ നിന്നെയും കൊണ്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് എത്തിയതുപോലെ ഇന്ന് ഈ നിമിഷം ദീപികാരുണ്യത്തിൽ അങ്ങ് സജീവനായി ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. ഈ ദീപികാരുണ്യത്തിൽ അങ്ങേ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല, ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഈ 25 നോമ്പിൻ്റെ ദിനങ്ങളിൽ അങ്ങയുടെ സാമീപ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങ് തുറന്ന് തരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാനായിട്ട് ഈ ഹൃദയം തുറന്നു തരുവാൻ പോലും ഒരുപക്ഷെ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും കർത്താവെ നിന്നെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചോ എളിമയുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുള്ള എലിസബത്തിൻ്റെ ആ വലിയൊരു
ആഹ്വാനം, വലിയൊരു ഏറ്റുപറച്ചിൽ ഞങ്ങളുടെ ജീവിതത്തെ വലിയതായിട്ട് മാറ്റുവാനായിട്ടുള്ള വാക്കുകളാണ്. എലിസബത്ത് മറിയത്തെ വാഴ്ത്തിയത് മറിയം കർത്താവിനെ വഹിച്ചതുകൊണ്ടാണ്. മറിയത്തിലൂടെ ഈശോ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന വലിയ സത്യമാണ് ഈ ക്രിസ്മസിൻ്റെ കാതിൽ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ക്രിസ്മസ് ഒരുക്കത്തിൽ മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈശോയ്ക്ക് പ്രാധാന്യം നൽകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര വലിയ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. എലിസബത്തിൻ്റെ വലിയൊരു ചിന്തയാണ്. അവൾ ഏറ്റുപറയുകയാണ്, കർത്താവിൻ്റെ അമ്മ, കർത്താവിൻ്റെ സാന്നിധ്യം യാദൃച്ഛികമായിട്ടല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമായിട്ട് അവിടെ നൽകുകയാണ്. തൻ്റെ എളിയ വീട്ടിലേക്ക് കർത്താവിൻ്റെ അമ്മ വന്നതിലുള്ള എലിസബത്തിൻ്റെ വിനയം ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ അയോഗ്യതകളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ ഈശോ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനുള്ള മഹത്വമോർത്ത് ദൈവത്തിന് നന്ദി പറയാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? എളിമയാണ് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള വഴിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരു നിമിഷം നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട്, ഈശോയെ, എനിക്ക് ഈ ഭാഗ്യം അവിടെ നിന്ന് ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയോട് കൂടെ സമയം ചെലവഴിക്കുവാനും എന്നെ അനുവദിച്ചത് ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം കർത്താവ് നീ സൗജന്യമായി എനിക്ക് നൽകിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ യോഗ്യത കൊണ്ടോ ഒന്നും എനിക്കത് സാധിക്കില്ല എന്നെനിക്കറിയാം. കർത്താവിനെ വഹിക്കുന്ന ഓരോരുത്തരും, അത് നാമും സഭയും, ക്രിസ്തുവിനെ വഹിക്കുന്ന അമ്മയെപ്പോലെ തന്നെയാണ്. അതായത് കർത്താവിനെ വഹിക്കുന്നവരായ സഭയും സഭയുടെ മക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ വഹിച്ചുകൊണ്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് മാമോദീസായിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം സഭ നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ ആവശ്യഘട്ടങ്ങളിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ സാന്നിധ്യം നൽകുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. ഈശോയെ, ആ ഒരു വലിയ കടമയും വലിയ ഉത്തരവാദിത്വവും ഞങ്ങളെ ഈ നിമിഷം ഓർമ്മപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ചുറ്റപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ക്രിസ്മസ് ഒരുക്കത്തിൽ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വഹിച്ച് മറ്റുള്ളവരിലേക്ക് ആ ഭാഗ്യമെത്തിക്കുന്ന ശുശ്രൂഷകൾക്ക് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട്. വലിയൊരു വിരുന്നിനായുള്ള ഒരുക്കമാണ് ക്രിസ്മസ്. 24 ദിവസം നോമ്പ് നോറ്റിട്ട് എല്ലാവിധ ഭക്ഷ്യ മാംസ്യ മത്സ്യ ആഹാരങ്ങൾ കഴിക്കുന്ന വിരുന്നിനേക്കാൾ അപ്പുറം അതിനും വലിയൊരു വിരുന്നാണ് കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്ന അങ്ങയുടെ വലിയ വിരുന്ന്. ഞങ്ങളുടെ എളിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിക്കാൻ സാധിക്കട്ടെ. ഒരു നിമിഷം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരു ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവസാന്നിധ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയമുള്ള രീതിയിൽ നമുക്കിപ്പോൾ വ്യാപരിക്കാം. കർത്താവിൻ്റെ സാമീപ്യത്തിൻ്റെ ഭാഗ്യം ആവശ്യമുള്ളവർക്കും ഈ നോമ്പുകാലത്ത് എളിമയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങളെ നമുക്കിന്ന് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറയാം. നമ്മുടെ എളിമയോടുകൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. എളിമയോടെ ഈശോയെ സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാമീപ്യം എപ്പോഴും നിലനിർത്തുന്നതിനും വേണ്ടി ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അഹങ്കാരം, സ്വാർത്ഥത എന്നിവയിൽ നിന്ന് ഞങ്ങളുടെ വിടുവിക്കുന്നതിനും എളിമയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്: ഈശോയെ, ഞങ്ങൾ ലഭിച്ച ഈ ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ക്രിസ്മസ് കാലത്ത് ഏകാന്തത അനുഭവിക്കുന്നവർക്കും കർത്താവിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണ്ടിയും
ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ അവരുടെ അടുത്തെത്തുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ, നന്ദി പറയാനായിട്ട് സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയാനായിട്ട് സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ വ്യക്തിപര നിയോഗങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ സംലഭ്യതയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കൂടി നൽകണമേ. ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറയാൻ തക്ക വിധത്തിൽ ഞങ്ങളെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും നന്ദി പറയാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവിന് ഈ ദാനമായി നൽകാത്തതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അങ്ങേക്ക് നന്ദി പറയാൻ പോലും സാധിക്കുന്നതിന് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾക്കറിയാം. കർത്താവായ ഈശോയെ, എൻ്റെ കർത്താവ് എൻ്റെ അടുക്കൽ വന്നതിന് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് അങ്ങ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പിന് വേണ്ടിയുള്ള എൻ്റെ ഒരുക്ക ദിവസങ്ങളെ കൂടുതൽ തീക്ഷ്ണതയോടെ അങ്ങയോട് ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.